നമസ്കാരം. മ്യൂസിക് പിയാനോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്റ്റൻഡ് പിയാനോ കോഴ്സ് എന്നുള്ള ബുക്കിൽ നിന്നും 9ാമത്തെ ലെസൺ ക്യാരി മീ ബാക്ക് ടു ഓൾഡ് വിർജിനി എന്ന ലെസനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ നോട്ട് റീഡിംഗ് ക്ലാസ്സിൽ നിന്നും കുറച്ച് നമുക്ക് ഇത്തിരി ടഫായിട്ട് തോന്നുന്ന ഒരു ലെസനാണ് ഇത് കേട്ടോ. അങ്ങനെ ടഫ് എന്ന് പറയാനില്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൃത്യമായി താളമിട്ട് വായിക്കുകയാണെങ്കിൽ ഈസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അല്പം സ്ലോവിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന സ്പീഡിൽ ആദ്യം ഞാൻ വായിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ താളം ഇട്ടിട്ട് സ്പീഡ് കുറച്ച് വായിച്ച് പഠിക്കുക. എന്നതിന് ശേഷം എൻ്റെ നോർമൽ സ്പീഡിലേക്ക് നിങ്ങൾ വായിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബുദ്ധിമുട്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡോട്ടഡ് ഹാഫ് നോട്ട് എന്നുള്ള ഒരു മെത്തേഡ് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ആ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. 3-4 എന്നുള്ള താളത്തിൽ പഠിച്ച ലെസണിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ കണ്ടിട്ടുണ്ട്, അത് മനസ്സിലാവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടും. ആ വീഡിയോൻ്റെ ലിങ്ക് ഇതാ ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്, കാർഡ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. പിന്നെ ഡോട്ടഡ് ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 2 ബീറ്റ് ലെങ്ത് ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 ബീറ്റ് വായിക്കുന്ന അതിനെ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടാകും, സൈഡിൽ ഡോട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ 3 ബീറ്റ് ലെങ്ത് നമ്മൾ അമർത്തി പിടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, ഈസിയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ടൈം കളയുന്നില്ല, നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഡ് പിയാനോ കോഴ്സ് ബുക്കിലെ 9ാമത്തെ ലെസനാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 9ാമത്തെ ലെസനാണ്. ഒരല്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 നോട്ടുകളുടെ ടൈമിംഗ് കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കൗണ്ട് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം വായിക്കാൻ. അപ്പോൾ ഞാൻ സ്ലോവിൽ കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സി മേജർ തന്നെയാണ്, നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ ഇതും സി മേജറിൽ തന്നെയാണ്, സ്കെയിലൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വരുന്ന ബാറിൽ വരുന്ന നോട്ട് നോക്കാം. ആദ്യത്തെ നോട്ട് ഇ എന്നുള്ളത് ക്വാർട്ടർ നോട്ടും, രണ്ടാമത്തെ ഇ എന്നുള്ളത് 2 ബീറ്റ് ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 ബീറ്റ് വരുന്നതാണ്. അടുത്ത നോട്ട് എഫ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇ എഫ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ 1 2 3 4 ഇങ്ങനെയാണല്ലോ നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ബീറ്റിൽ നമ്മൾ 1 എന്നുള്ളതിൽ ഇയും, രണ്ടാമത്തെ 2 3 എന്നുള്ളതിൽ എന്ന് പിടിക്കണം. അടുത്തതിൽ എഫ് 4 എന്ന് പറയുമ്പോൾ എഫ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ 1 2 3 4 ഇങ്ങനെ വായിക്കണം. അതായത് ഇ എഫ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ബാർ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴോ 1 2 3 4 ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാറിൽ വരുന്നത് ഇ എന്നുള്ളത് 3 ബീറ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹാഫ് നോട്ട്, അതായത് ഡോട്ടഡ് ഹാഫ് നോട്ട് എന്നുള്ള ഇതാണ് വരുന്നത്. ഇ എന്നുള്ളത് 3 ബീറ്റാണ് കേട്ടോ, അല്ലെങ്കിൽ ഡോട്ടഡ് മിനിമം എന്നും പറയാം. അങ്ങനെ വരുന്നത് 3 ബീറ്റാണ്. അപ്പോൾ ഇ എന്നുള്ളത് 1 2 3 അത്രയും പിടിച്ചിട്ട് പിന്നെ ഡി എന്നുള്ളത് 1 ബീറ്റ് ഇത്രയും വായിക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ ബാർ പറയുന്നത് ഇതേപോലെ തന്നെ സി എന്നുള്ളത് 3 ബീറ്റാണ്, ഡോട്ടഡ് ഹാഫ് നോട്ട് തന്നെയാണ് സി എന്നുള്ള നോട്ട്. അടുത്തത് ലെഫ്റ്റ് ഹാൻഡാണ് എ എന്നുള്ള നോട്ട് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 4 ഇങ്ങനെ വായിക്കണം. ഇനി ഫോർത്ത് ബാർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജി എന്നുള്ള നോട്ട് 1 ബീറ്റ്, ലെഫ്റ്റ് ഹാൻഡ് തന്നെ സി 3 ബീറ്റ്. അപ്പോൾ 1 2 3 4 വരയ്ക്കും സി പിടിച്ച് വയ്ക്കാം. 1 2 3 4. ഇനി അടുത്തത് അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ജി എന്നുള്ള 2 ബീറ്റ്, റൈറ്റ് ഹാൻഡിൽ സി ഡി എന്ന് വായിക്കാം. അപ്പോൾ 1 2 3 4 ഞാൻ സ്ലോയിൽ വായിക്കാം. അതായത് 1 2 3 4 ഈ സ്പീഡിൽ ഞാൻ വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ലൈനിലാണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് ലൈൻ നോക്കാം നമുക്ക്. ഇതുപോലെ നിങ്ങൾ സ്ലോവിൽ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് വായിക്കാവുന്നതാണ്. കറക്റ്റ് ടൈം ക്ലാപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക, ടൈമിങ് പഠിക്കുക, താളം കറക്റ്റ് പഠിക്കുക, എന്നിട്ട് പ്ലേ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി സെക്കൻഡ് ലൈനിൽ അതുപോലെ ഫസ്റ്റ് ബാറിൽ ഇ എഫ് ഇ എന്നുള്ള നോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ എല്ലാ ക്വാർട്ടർ നോട്ടാണ്. 1 2 3 4. നെക്സ്റ്റ് ബാർ വന്നിട്ട് ഇ സി എന്നുള്ള റൈറ്റ് ഹാൻഡും ബി സി എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡുമാണ്. 1 2 3 4. സെക്കൻഡ് ബാറും കഴിഞ്ഞു. ഇനി തേർഡ് ബാറിൽ വന്ന് ഡി എന്നുള്ളത് ഹോൾ നോട്ട് 4 ബീറ്റ് ലെങ്ത് ഉള്ളത്. 1 2 3 4 ഇത്രയും ലെങ്ത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇനി ഫോർത്ത് ബാറിൽ വരുന്ന നോട്ട് ഇ എന്നുള്ളത് 2 ബീറ്റ്, എഫ് എന്നുള്ളത് 2 ക്വാർട്ടർ നോട്ടാണ്. 1 2
3 4. ഇനി ലാസ്റ്റ് ബാറ് ഇതേപോലെ തന്നെ ഇ എന്നുള്ളത് 2 ബീറ്റ്, അടുത്ത ഡി സി എന്നുള്ളത് 2 ക്വാർട്ടർ നോട്ട്. 1 2 3 4. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലൈൻ ഒന്ന് ഇതുപോലെ ഞാൻ ടൈം 1 2 3 എന്ന് പറഞ്ഞിട്ട് തന്നെ സ്ലോവിലൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 ഈ സ്പീഡ് മതി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സെക്കൻഡ് ലൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ലൈനിൽ വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ആകെ വായിക്കുന്നത് സെക്കൻഡ് ബാറിൽ ബി സി എന്നുള്ള നോട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ റൈറ്റ് ഹാൻഡ് തന്നെയാണ് കേട്ടോ നമ്മൾ വായിക്കുന്നത്. ഇനി തേർഡ് ലൈൻ നോക്കാം. തേർഡ് ലൈനിൽ ഫസ്റ്റ് ഡി എന്നുള്ളത് 2 ബീറ്റ്, ഡി എന്നുള്ളത് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡ് സി എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡും വായിക്കണം. അത് 2 ക്വാർട്ടർ നോട്ട്. 1 2 3 4. അത് കഴിഞ്ഞാൽ ജി സി എന്നുള്ള നോട്ടാണ്, ലെഫ്റ്റ് ഹാൻഡാണ്. ജി എന്നുള്ളത് 1 ബീറ്റ്, സി എന്നുള്ളത് 3 ബീറ്റ്, ഡോട്ടഡ് ഹാഫ് നോട്ട്. 1 2 3 4. ഇനി അത് കഴിഞ്ഞ് ജി എന്നുള്ളത് 2 ബീറ്റ്, 1 2. പിന്നെ സി ഡി എന്നുള്ളത് റൈറ്റ് ഹാൻഡാണ്. ഒന്നുകൂടെ ഞാൻ തേർഡ് ബാർ വായിക്കാം. 1 2 3 4. ഇനി ഫോർത്ത് ബാർ ഇ എന്നുള്ളത് 2 ബീറ്റ്, എഫ് എന്നുള്ളത് 2 ക്വാർട്ടർ നോട്ട്. 1 2 3 4. ഇനി ഫിഫ്ത്ത് ബാർ ഉണ്ട് ഇ ഡി സി എന്നുള്ളത് റൈറ്റ് ഹാൻഡും ബി എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡും. 1 2 3 4. ലാസ്റ്റ് ബാർ സി എന്നുള്ളത് ഹോൾ നോട്ടാണ്, 4 ബീറ്റ്. 1 2 3 4. ഈ ലെസൺ ഇങ്ങനെ നിങ്ങൾ ഓരോ ലൈനായിട്ട് ആദ്യം പഠിക്കുക, എന്നിട്ട് ഞാനിപ്പോൾ വായിക്കുന്ന പോലെ സ്ലോവിൽ വായിക്കാം. ഇനി ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് വായിക്കാം കേട്ടോ, സ്ലോവിൽ വായിക്കാം കേട്ടോ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പോൾ നമ്മൾ സ്ലോവിലാണ് വായിച്ചത്. ഇതുപോലെ നിങ്ങൾ ആദ്യം വായിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡായിരിക്കും, അതായത് 1 2 3 4 1 2 3 4 ഈ സ്പീഡിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ടൈം പറയാതെ ഒന്ന് വായിക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 ബാർ മാത്രം എങ്ങനെയാണ് ടൈം കിട്ടുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വായിക്കുന്ന സ്പീഡ് 1 2 3 4 1 2 3 4 ഈ സ്പീഡിലാണ്. ഇപ്പോൾ ഇതെങ്ങനെ ഞാൻ ഫസ്റ്റ് കൗണ്ട് ചെയ്തു പറഞ്ഞാൽ ഈ ഒരു ലൈൻ മാത്രം ഞാൻ ഫസ്റ്റ് കാണിക്കാം. അതുപോലെ നിങ്ങൾ എല്ലാ ലൈനും ഇപ്പോൾ വായിച്ച സ്പീഡിൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ മെട്രോണോട്ട് വായിക്കാൻ നോക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഇത് 3 ബീറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് മെട്രോണോട്ട് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോണോ ഇട്ടിട്ട് ക്ലാപ്പ് ചെയ്ത് പഠിക്കുക. ഞാനിപ്പോൾ കൗണ്ട് ചെയ്യുന്ന പോലെ ക്ലാപ്പ് ചെയ്ത് പഠിച്ചിട്ട് വായിച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞാലോ ഇതുപോലുള്ള ലെസനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.